ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. മേട വിഷു ഏപ്രിൽ 14 വരികയാണ്. വിഷുഫലമായി ചോദിക്ക് വന്നു ചേരാൻ കഴിയുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാനുഭവങ്ങൾ കൂടുതലുണ്ടാകുമെന്ന് വിചാരിച്ച് ഈശ്വരീയ ദർശനങ്ങൾ ഒഴിവാക്കരുത്. എപ്പോഴും എല്ലാ എപ്പിസോഡിലും ഞാനത് പറയാറുണ്ട്. നമുക്കെപ്പോഴും ഈ പറയുന്നത് പോലെ ഗുണങ്ങൾ കൂടുതലാണ്, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കൂടുതലാണ് എന്ന് വിചാരിക്കുമ്പോൾ ദൈവം നമുക്കങ്ങ് തന്ന് നമ്മളെ അങ്ങ് അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ സമയത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളുമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ സമയത്തിൽ നമുക്ക് നന്മയുണ്ടാകും എന്ന് കേട്ടാൽ ആ നന്മയെ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഈശ്വര സന്നിധിയിലെത്തണം. പ്രാർത്ഥനകൾ വേണം. വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ക്ഷേത്രങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല. വളരെ ആത്മാർത്ഥമായ നിറഞ്ഞ, അതായത് തെളിഞ്ഞ ജലം പോലെയുള്ള മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ നമ്മളെ അനുഗ്രഹിക്കാത്ത ഒരു ദൈവശക്തിയുമില്ല എന്ന് വിശ്വസിക്കുക. അപ്പോൾ നന്മയുണ്ടാകും എന്ന് വിചാരിച്ച് സമയങ്ങൾ ഉണ്ടായാലും ക്ഷേത്ര ദർശനം നടത്താതെ ഇരിക്കുക, അത് വലിയ ദുഃഖകർമ്മമാണ്. കർമ്മഗതിയിൽ വിജയമുണ്ടാകും. ആരോഗ്യ വകുപ്പിലുള്ള ചോദ്യ നക്ഷത്രക്കാർക്ക് സ്ഥാനചലനത്തിന് ചാൻസ് കാണുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ, ആ ട്രാൻസ്ഫർ നമ്മൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാതെ നമ്മുടെ വീടിനടുത്തേക്കായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഉദ്യോഗ കയറ്റത്തിന് കോടതി വിധി സമ്പാദിക്കും. അതായത് പ്രമോഷൻ സാധ്യതയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അതിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുക തന്നെ ചെയ്യും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാനക്കയറ്റത്തിന് സാധ്യത കൂടുതലാണ്. സാങ്കേതിക മേഖലയിൽ നല്ല നീക്കങ്ങൾ നടത്താൻ അനുകൂലമായ സാഹചര്യം വന്നുചേരും. കൃഷി വകുപ്പിലും സ്ഥാനചലനം. കൃഷി വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യതകളും ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മേഖലയിലും കലയിലും സ്പോർട്സിലും സാംസ്കാരിക പ്രോഗ്രാമുകളിലും വലിയ അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ബാധ്യതകൾ ഒഴിവാകുന്ന സമയം കൂടിയാണ്. സന്താനത്തിന് ഇഷ്ട വിവാഹത്തിന് സമ്മതം നൽകി അനുഗ്രഹിക്കേണ്ടതായിട്ടുള്ള സമയം വന്നുചേരുന്നു. മെക്കാനിക്കൽ മേഖല വിപുലപ്പെടുത്തും. യന്ത്ര സാമഗ്രികളുമായുള്ള പ്രവർത്തന മേഖലയാണെങ്കിൽ അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി സമ്പത്ത് വർദ്ധിക്കുന്ന വ്യവസ്ഥയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. ഇടവിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഭാര്യാഭർത്താക്കന്മാർ തീരുമാനിക്കണം. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടാകണം. ചോദ്യ നക്ഷത്രക്കാരോട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ സമചിത്തതയോടുകൂടി ഒഴിവാക്കാൻ ശ്രമിച്ച് ആനന്ദം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം മാസങ്ങളിൽ വാഹനങ്ങൾ വാങ്ങുന്നതിന് ചാൻസ് കാണുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നുള്ള അപകട സാധ്യതയും കാണുന്നു. അപ്പോൾ വാഹനങ്ങൾ വാങ്ങിയാൽ അത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ന് അറിയിക്കുകയാണ്. വളർത്ത മൃഗങ്ങളെ ശ്രദ്ധയോട് പരിപാലിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാകുന്നതിന് ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. വളർത്തു മൃഗങ്ങൾ പ്രത്യേകമായി നമുക്ക് വേണ്ടി മനസ്സ് സന്തോഷിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. അവയ്ക്ക് ആഹാരം കൊടുക്കുകയും അവയെ സംരക്ഷിക്കുകയും വാത്സല്യത്തോടെ അവയെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ മനസ്സിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് എത്തുക തന്നെ ചെയ്യും.
അതിലൂടെ ഭാഗ്യദായകമായ ജീവിതത്തിൻ്റെ ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. ചോദ്യ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു വ്യവസ്ഥയിൽ അങ്ങനെയൊരു ഭാഗ്യം നിലനിൽക്കുന്നുണ്ട്. വന്നു ചേരുന്ന മൃഗങ്ങൾക്കും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കുമൊക്കെ ആഹാരം നൽകാനും അവയെ പരിചരിക്കാനുമൊക്കെ നാം ശ്രദ്ധിക്കണം. ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമാണ്. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന ദോഷകരമായ മോശകരമായ വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ഹോട്ടൽ മേഖലയിൽ വിജയം കൈവരും. ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുന്നവർക്കും അതുപോലെ അത്തരം വ്യവസ്ഥിതികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും വലിയ ഉയർച്ച ഉണ്ടാകാനുള്ള ചാൻസ് ഈ വർഷം ഉണ്ടാകുന്നു. പിതൃസ്ഥാനീയർക്ക് രോഗ ദുരിത അരിഷ്ടകൾക്കൊക്കെ ഫലം കാണുന്നു. വിവാഹ സംബന്ധമായ പിടിവാശിക്ക് അയവ് വരുന്നു. വിവാഹ സംബന്ധമായ ചില പിടിവാശികൾ, ഇന്നതെനിക്ക് വേണം എന്ന പിടിവാശിക്ക് അല്പം അയവ് വരാനുള്ള ചാൻസ് ഉണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയത്തിന് ചാൻസ് കാണുന്നു. പ്രൊഫഷണൽ കോഴ്സുകളിലും വലിയ വിജയം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നു. ധനു, മകരം, കുംഭമീനം മാസങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീക്കുവാൻ. തോൽവിയോ അപകടങ്ങളോ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കിണറ്റിൽ ഇറങ്ങുകയോ അതായത് വലിയ മരങ്ങളിൽ കയറുകയോ ചെയ്യരുത്. അപകട സാധ്യത കാണുന്നു. ധനനാശം, ആപത്ത്, ക്ലേശം, ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമായ സംഭവങ്ങൾ വന്നു ചേരാം. അന്യദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കാനുള്ള ചാൻസ് ധനുമകരം കുംഭം മീനം മാസങ്ങളിൽ ചോതി നക്ഷത്രക്കാർക്കുണ്ട്. ഉദരം, കുടൽ, കണ്ണ് തുടങ്ങിയവയ്ക്ക് രോഗ സാധ്യത കാണുന്നു. ശ്രദ്ധിക്കണം. ഭാര്യ വഴിയുള്ള കുടുംബ സ്വത്ത് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഗൃഹനിർമ്മാണം ഈ കാലത്ത് നടത്താതെ ഇരിക്കുക, തടസ്സമുണ്ടാകും. സമയകാലങ്ങൾ മാറി വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഭംഗിയായി നടക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഞാൻ വീടിന് കല്ലിടാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്കുന്നില്ല, ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ ആ ഒരു വിഷമ കാലഘട്ടം കഴിഞ്ഞു വരുന്ന ചില സമയങ്ങളിലുണ്ടാകും നന്മകൾ. അത് തുടങ്ങി വയ്ക്കാനും അത് നല്ല വ്യവസ്ഥയോടുകൂടി അവസാനിപ്പിക്കുവാനുമുള്ള അവസരം വന്നു ചേരുക തന്നെ ചെയ്യും. ചില നേരങ്ങൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് സാധ്യത കാണുന്നു. ശത്രുക്കളിൽ നിന്നും ഉപദ്രവ സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. മാധ്യമരംഗത്ത് പ്രവേശിക്കാനും ഉയരാനും അവസരം. സ്വന്തം തീരുമാനം അല്ലെങ്കിൽ കുടുംബത്തിലെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കിയാൽ വിജയിക്കാം. പുറത്തു നിന്നുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. വീട്ടിനുള്ളിൽ തന്നെയുള്ള ആളുകളുടെ തീരുമാനങ്ങൾ ഏറ്റെടുക്കുക. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ പല വിജയങ്ങളിൽ നമുക്ക് എത്താൻ കഴിയും. അല്ലാതെ വീടിന് പുറത്തുള്ള ചില ആളുകളുടെ തീരുമാനങ്ങൾ ഏറ്റെടുത്താൽ നമുക്ക് പരാജയങ്ങൾ തന്നെ വന്ന് ഭവിക്കുക ചെയ്യും. വർഷാവസാനം എല്ലാം അനുകൂലമായി വന്നു ചേരും. ദോഷപരിഹാരം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാർച്ചന, ആദിപരാശക്തിക്ക് ഹാരം സമർപ്പണം, എള്ളെണ്ണ സമർപ്പണം തുടങ്ങിയവയും, മഹാദേവർക്ക് ശംഖാഭിഷേകം, ഹനുമാൻ സ്വാമിക്ക് നാരങ്ങാമാല തുടങ്ങിയവയുടെ സമർപ്പണം. തീർച്ചയായിട്ടും നമുക്ക് പോകാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ഒക്കുമെങ്കിൽ കുടുംബത്തോടു കൂടി തന്നെ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. ചോതി നക്ഷത്രത്തിന് അനുകൂലമായൊരു സമയമാണ് വർഷാവസാനം. ഒരുപാട് നല്ല കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ധനാഗമ മാർഗങ്ങൾ വളർത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ് വർഷാവസാനം. അപ്പോൾ ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും സ്വാഭാവികമായും നമുക്ക് ഒരു താഴ്ച അഥവാ ഡീഗ്രഡേഷൻ സംഭവിച്ചാൽ അതിനെ ഉയർത്തുവാൻ വേണ്ടുന്നത് ഈശ്വരീയമായ ജപങ്ങളും മന്ത്രങ്ങളും സങ്കീർത്തനങ്ങളും മാത്രമാണ്. തീർച്ചയായും ഹൃദയം തുറന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ എത്ര നിലവാരത്താഴ്ചയുണ്ടായാൽ പോലും അത് ഉയർന്ന് സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനം ലഭിപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ഒരുക്കുക തന്നെ ചെയ്യും. ദൈവം എന്ന് പറയുന്ന ശക്തി ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൂടെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ബിസിനസ് മേഖല അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ചെറുതായാലും വലുതായാലും അനുഭവ വ്യവസ്ഥിതികൾ വർദ്ധിക്കുന്നവയാണ്. തീർച്ചയായും എല്ലാ നല്ലതുകളും ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകട്ടെ. ഈശ്വര അനുഗ്രഹത്താൽ ചെറുതായിട്ട് വരുന്ന ദോഷഫലങ്ങൾ പോലും ഒഴിവായി നന്മയുടെ നല്ല കാലങ്ങൾ ഈ ഒരു വർഷക്കാലഘട്ടങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.